ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഒരു ശീലമുണ്ട്. എനിക്കിങ്ങനെ വാഴത്തോട്ടത്തിൽ കൂടി ഞാനൊന്ന് നടക്കും. എന്തെന്ന് ചോദിച്ചാൽ, വാഴ വല്ലതും ചാഞ്ഞിട്ടുണ്ടോ, വാഴക്കൊലയ്ക്ക് കൊടുത്തേക്കുന്ന മുട്ട് വല്ലതും മാറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാനായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോഴാണ് ഈ വാഴക്കുലയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഇപ്പോൾ എല്ലാ വാഴ കർഷകരും പറയുന്നുണ്ട് വാഴക്കൊലയ്ക്ക് വിലയില്ല, വാഴക്കൊലയ്ക്ക് വിലയില്ല. പക്ഷേ ഈ വിലയ്ക്കാണേലും വാഴ കൃഷി ലാഭകരം തന്നെയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കാണുന്ന കൊല ഏതാണ്ടൊരു 50 കിലോയോളം വരും. വില കുറവാണേലും ശരി, ഒരു നല്ല പൈസ കിട്ടും ഇത് വിറ്റാൽ. ഈ ഒരു വാഴയ്ക്കും വാഴക്കൊലയ്ക്കും എനിക്കുള്ള മുടക്ക് എന്ന് പറഞ്ഞാൽ വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കാര്യമായി പരിചരിക്കുകയും വളവിടുകയും ആഴ്ചയിലാഴ്ച വളവിടുകയൊക്കെ ചെയ്താലാണ് നമുക്ക് നഷ്ടം വരുന്നത്. പിന്നെ അത് കാറ്റത്ത് വല്ലതും ഒടിഞ്ഞു ചാടിപ്പോയാൽ നമുക്ക് താങ്ങാനാവാത്ത ദുഃഖം വരും. എൻ്റെ പോളിസി എന്ന് പറയുന്നത്, ഞാൻ വിത്ത് കൊണ്ടുവന്ന് നടും, ഒരു മാസം കഴിയുമ്പം ഒരു പിടി വളവിടും, വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ ഒരു പിടി വളവിടും, പിന്നെ കുലച്ച് കഴിയുമ്പോൾ ഒരു പിടി വളവിടും. അങ്ങനെ ഒരു 20 രൂപയുടെ വളവേ എനിക്ക് മുടക്ക് വരുന്നുള്ളൂ. പിന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് പറഞ്ഞാൽ, കുലച്ച വാഴ ഒടിയാനോ കൊല ഒടിയാനോ നമ്മൾ സമ്മതിക്കരുത്. അതിന് നല്ല കരുത്തുള്ള മുട്ട് നമ്മൾ കൊടുത്തിരിക്കണം. കാരണം ഇത്രയും നല്ലൊരു കൊലയുണ്ടായിട്ട് അത് പെടന്നു പോവുക, ഒടിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ആ സാഹചര്യത്തിൽ മുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ജലവും ആവശ്യത്തിന് വെള്ളം കൊടുത്തോണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കൊലയുണ്ടാകും. വെറും 50 രൂപയ്ക്ക് ഇത്രയും നല്ല കൊല നമുക്ക് ഒരെണ്ണം സംഘടിപ്പിക്കാൻ പറ്റും. വെറുതെ മാന്തി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഓരോ പിടി വെച്ച് 3 തവണയായിട്ട് വളം ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.